കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi all, welcome to IGNO Focus 5.0 IGNO മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് MCH 012 സ്റ്റീരിയോ കെമിസ്ട്രി ആൻഡ് റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ്. നമ്മുടെ സ്റ്റീരിയോ കെമിസ്ട്രി ആൻഡ് റിയാക്ഷൻ ഇന്റർമീഡിയറ്റ് എന്ന കോഴ്സിന്റെ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്, അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ എക്സാമിന് എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സിലാണ് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ ആണത്. സോ നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. പ്രത്യേകിച്ച് സ്റ്റീരിയോയുടെ കേസിലൊക്കെ വളരെയധികം ഒരുപാട് ടോപ്പിക്സ് വരുന്നത് കൊണ്ട് തന്നെ ഏതൊക്കെ ടോപ്പിക്സിന് നമുക്ക് essay ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0 ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് MCH 012 സ്റ്റീരിയോ കെമിസ്ട്രി ആൻഡ് റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ്. സോ നമ്മൾ ആക്ച്വലി ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിലബസിനെയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് അതിന്റെ ബേസിസിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ കൂടുതലായിട്ട് എക്സാമിന് എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് അതുപോലെ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഫൈനൽ മിനിറ്റിൽ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോകേണ്ടത്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. നമുക്ക് ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് വരുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ കോഴ്സിനെ ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ ഏതൊക്കെ ബ്ലോക്കാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ ബ്ലോക്കിൽ ഏതൊക്കെ യൂണിറ്റ്സ് ആണ് ഇമ്പോർട്ടന്റ്, ഏതൊക്കെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് പഠിച്ചു വെച്ച് പോകേണ്ടത്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. കൂടെ എങ്ങനെയാണ് നമ്മുടെ ഒരു എക്സാം പാറ്റേൺ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് എങ്ങനെയാണ് വരുന്നത്, ഓരോ ക്വസ്റ്റ്യൻസിനും എത്ര മാർക്ക് വീതമാണ് വരുന്നത്, ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. കൂടെ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. അതുപോലെ ഏതൊക്കെ ടോപ്പിക് ആണ് മോസ്റ്റ് പ്രൊബബിൾ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, അത് മീൻസ് ഓരോ ടോപ്പിക്കിന്റെയും പ്രൊബബിലിറ്റി പെർസെന്റേജ് അടക്കം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഏതൊക്കെ ടോപ്പിക്സ് നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു പോകണം, ആ കാര്യമൊക്കെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഫൈനലി നമ്മൾ ഒരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കംപ്ലീറ്റ് ഡിസ്കഷൻ, ആൻസർ ഡിസ്കസ് ചെയ്യും, മാർക്കിംഗ് സ്കീമിനെ കുറിച്ചെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ആക്ച്വലി നമ്മളിവിടെ ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക, സിലബസ് അനലൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുക, അത് ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ടോപ്പിക്സ് സെറ്റ് ചെയ്യുക, അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാം. അത് മാത്രമല്ല നമ്മൾ ഇവിടെ അനലൈസ് ചെയ്തിട്ടുള്ളത് ഈ സിലബസും ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം അനലൈസ് ചെയ്തതിന്റെ കൂടെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു പാറ്റേൺ, ആ ചേഞ്ചിങ് പാറ്റേൺ എന്തൊക്കെയാണ്, essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചേഞ്ച് വന്നിട്ടുള്ളത്, ഡോമിനേറ്റിംഗ് ആണോ അതോ ഡിക്രീസ് ചെയ്തിട്ടാണോ, അത്രയും മൈന്യൂട്ട് ആയിട്ട് പോലും നമ്മൾ ഇവിടെ അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഓരോ ടോപ്പിക്സിന്റെയും പ്രയോറിറ്റിയും ഓരോ ടോപ്പിക്സിന്റെയും ഇമ്പോർട്ടൻസും നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. സോ വളരെ റിഫൈൻ ആയിട്ടുള്ള ഒരു സെഷൻ ആണത്. സോ നിങ്ങൾക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ഫസ്റ്റ് വരുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിംഗിൽ നമ്മൾ ഹൈ റെലവൻസ് ടോപ്പിക് വരുന്നുണ്ട്, മീഡിയം റെലവൻസ് ടോപ്പിക് വരുന്നുണ്ട്, ലോ റെലവൻസ് ടോപ്പിക് വരുന്നുണ്ട്. ഹൈ റെലവൻസ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 10 ടൈംസ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ടാകും. മീഡിയം റെലവൻസ് എന്ന് പറയുമ്പോൾ 5 to 9 ടൈംസ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവുക. ലോ റെലവൻസ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 5 ടൈംസ് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ സെഷനിലോട്ട് പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്താണ്, വേറെ ഒന്നുമല്ല. ലോ റെലവൻസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ അല്ല. ആ ടോപ്പിക് വേണ്ട, അത് സ്കിപ്പ് ചെയ്തിട്ട് പോകാം എന്നൊരു ക്രൈറ്റീരിയ അല്ല. ലെസ് ദാൻ 5 ടൈംസ്, 5 കുറവോ തവണ 4-3 തവണയ്ക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബട്ട് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് നിങ്ങൾ കവർ ചെയ്യേണ്ടത് ഹൈ റെലവൻസ് ടോപ്പിക് ആയിരിക്കണം, ദെൻ മീഡിയം റെലവൻസ് ടോപ്പിക്, ദെൻ ലോ റെലവൻസ് ടോപ്പിക്. ഓക്കെ, ആ ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്, അല്ലാതെ ഒട്ടും സ്കിപ്പ് ചെയ്ത് പോവാനുള്ള ഒരു ലൈസൻസ് അല്ലാതെ. ഓക്കെ, സോ നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം.
നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് സ്റ്റീരിയോ കെമിസ്ട്രി എന്ന ബ്ലോക്കിൽ യൂണിറ്റ് 1 മോളിക്കുലാർ സിമെട്രി ആൻഡ് കൈറാലിറ്റി എന്ന യൂണിറ്റിലെ സിമെട്രി എലമെന്റ്സ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കൈറാലിറ്റി വേഴ്സസ് സിമെട്രി. യൂണിറ്റ് 2 കൈറൽ സെന്റേഴ്സ് ആൻഡ് റെസിമിക് മിക്സ്ചർ എന്ന യൂണിറ്റിലെ മീസോഫോംസ് ഡയാസ്റ്റീരിയോമസ് റെസൊല്യൂഷൻ മെത്തേഡ്. ഈ രണ്ട് ടോപ്പിക്കും യൂണിറ്റ് 1ലെ രണ്ട് ടോപ്പിക്കും ഹൈ റെലവെന്റ് ടോപ്പിക്കാണ്. കാരണം അതിനകത്ത് നിന്ന് 12ഉം 10ഉം തവണയായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്നാൽ യൂണിറ്റ് 3 കൺഫർമേഷൻസ് ഓഫ് 6 മെമ്പേർഡ് റിംഗ്സ് അതിനകത്ത് സൈക്ലോഹെക്സെയിൻസ് ആൻഡ് കൺഫർമേഷൻസ് ആൻഡ് സ്റ്റെബിലിറ്റി. അതുപോലെ യൂണിറ്റ് 4ൽ മോളിക്യൂൾസ് വിത്ത് കൈറാൽ സെന്റർ എന്ന യൂണിറ്റിലെ അലിൻസ് ബൈഫീനൈൽസ് പ്ലാനാർ കൈറാലിറ്റി. ഈ ടോപ്പിക്സ് മീഡിയം റെലവെന്റ് കാരണം 9ഉം 7ഉം തവണയായിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. എന്നാൽ അതേസമയം ബ്ലോക്ക് 2 സ്റ്റീരിയോ കെമിസ്ട്രിയിലെ യൂണിറ്റ് 5 കോൺഫിഗറേഷൻ റിലേഷൻ EZ-RS-DL നോമൻക്ലേച്ചർ ആൻഡ് അസൈൻമെന്റ് എന്ന ടോപ്പിക്കിൽ നിന്ന് 11 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അതെന്താണ് ഹൈ റെലവെന്റ് ടോപ്പിക് ആണ്. എന്നാൽ അതേസമയം യൂണിറ്റ് 6 ടോപ്പിസിറ്റി ആൻഡ് പ്രോ സ്റ്റീരിയോ ഐസോമറിസം എന്ന യൂണിറ്റിലെ ടോപ്പിസിറ്റി ഓഫ് ലിഗാൻസ് ഫേസസ് സ്യൂഡോ അസിമെട്രി എന്ന ടോപ്പിക്കിൽ നിന്ന് 8 തവണയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുപോലെ യൂണിറ്റ് 7 അസിമെട്രിക് ഇൻഡക്ഷൻ എന്ന യൂണിറ്റിൽ ക്രാംസ് ആൻഡ് ഫെൽക്കിൻസ് ആൻഡ് മോഡൽ കർട്ടിൻ ഹാമറ്റ് പ്രിൻസിപ്പിൾ ഇതെല്ലാം 7 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിനെന്താണ് മീഡിയം റെലവൻസേ വരുന്നുള്ളൂ. എന്നാൽ യൂണിറ്റ് 8ൽ ORD CD കോട്ടൺ എഫക്ട് ലോവേഴ്സ് റൂൾ ഇതെല്ലാം 4 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിനെന്താണ് ലോ റെലവൻസ് ആണ്. ഇനി ബ്ലോക്ക് 3 റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ് എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 9 റിയാക്ഷൻ മെക്കാനിസം ആൻഡ് HSAB. ആ ഒരു യൂണിറ്റിലെ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി HSAB കോൺസെപ്റ്റിൽ നിന്ന് 9 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുപോലെ യൂണിറ്റ് 11 കാർബോ കാറ്റയോൺസ് എന്ന യൂണിറ്റിലെ പിനക്കോളോൺ ആൻഡ് വാഗ്നർ മെർവിൻ റീഅറേഞ്ച്മെന്റ്. യൂണിറ്റ് 12 കാർബാനയോൺസ് ആൻഡ് ആംബിഡന്റ് അയോൺസ് എന്ന യൂണിറ്റിലെ ജനറേഷൻ സ്റ്റെബിലിറ്റി ആംബിഡന്റ് ന്യൂക്ലിയോഫൈൽസ്. ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് 9ഉം 10ഉം 7ഉം തവണയായിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. സോ അതിനൊക്കെ എന്താണ് മീഡിയം റെലവൻസ് ആണ് വരുന്നത്. എന്നാൽ യൂണിറ്റ് 10 കാർബോ കാറ്റയോൺസ് എന്ന യൂണിറ്റിലെ സ്ട്രക്ചർ സ്റ്റെബിലിറ്റി നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് 10 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഹൈ റെലവെന്റ് ടോപ്പിക് ആണ്. ഇനി ബ്ലോക്ക് 4 റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ് 2 എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 13 ഫ്രീ റാഡിക്കൽസ് എന്ന യൂണിറ്റിലെ ജനറേഷൻ SRN1 മെക്കാനിസം ഓട്ടോ ഓക്സിഡേഷൻ. യൂണിറ്റ് 14 കാർബീൻസ് എന്ന യൂണിറ്റിനകത്ത് സ്ട്രക്ചർ ജനറേഷൻ സൈക്ലോ അഡീഷൻ റിയാക്ഷൻസ്. യൂണിറ്റ് 15 നൈട്രീൻസ് എന്ന യൂണിറ്റിലെ സ്ട്രക്ചർ ഇൻസേർഷൻ ആൻഡ് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസ്. ഇതെല്ലാം മീഡിയം റെലവെന്റ് ടോപ്പിക്സ് 9ഉം 7ഉം 6ഉം തവണയായിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. എന്നാൽ യൂണിറ്റ് 16 അറൈൻസ് എന്ന യൂണിറ്റിലെ ബെൻസൈൻ മെക്കാനിസം ഓറിയന്റേഷൻ ഇൻ അറൈൻസ് റിയാക്ഷൻസ്. ഇതെന്താണ് ലോ റെലവെന്റ് ടോപ്പിക് 4 തവണ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളൂ. സോ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒട്ടും ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ബ്ലോക്കും നമുക്കില്ല. ബ്ലോക്ക് 1, 2, 3, 4 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് ബ്ലോക്ക് 1 ആണ്. ദെൻ ബ്ലോക്ക് 3 വരും, ദെൻ ബ്ലോക്ക് 2, ദെൻ ബ്ലോക്ക് 4. എന്നാലും ഏകദേശം എല്ലാം ഒരേ ലെവലിൽ ഒരു 30 to 35 എന്താണ് ആ ഒരു റേഞ്ചിൽ എല്ലാ ബ്ലോക്കിന്റെയും ആവറേജ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ നമുക്ക് എല്ലാ ബ്ലോക്കും ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് ഓരോ ടോപ്പിക്കും ഹൈ റെലവെന്റ് ടോപ്പിക് കൂടുതലായിട്ട് പഠിക്കുക, ദെൻ മീഡിയം റെലവെന്റ്, ദെൻ ലോ റെലവെന്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ സെയിം ഡാറ്റയുടെ ഒരു ഹീറ്റ് മാപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഹൈ ഈൽഡ് ടോപ്പിക്സ് നമുക്ക് ഈ ഒരു ഡിസംബർ 2025 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ എക്സാമിന് ഏതൊക്കെയാണ് ഹൈ ഈൽഡ് ടോപ്പിക്സ്? യൂണിറ്റ് 1 and 2 കൈറാലിറ്റി ആൻഡ് സിമെട്രി എന്ന യൂണിറ്റിനകത്ത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് റെക്കറിംഗ് ആയിട്ട് ഒരുപാട് തവണ ചോദിക്കാറുണ്ട്. സിമെട്രി ഓപ്പറേഷൻസ്, ഒപ്റ്റിക്കൽ ഐസോമറിസം, ഇതൊക്കെ ഷോർട്ട് ആൻസറിൽ ചോദിക്കാറുണ്ട്. അതുപോലെ കോൺഫിഗറേഷൻ നൊട്ടേഷൻ EZ-RS ഫ്രീക്വന്റ്ലി, അതായത് ഏതെങ്കിലും ഒരു സ്ട്രക്ചർ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സസൈസ് പോലെയാണ് ചോദിക്കുക. അതായത് ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് തരും, എന്നിട്ട് ആ കോമ്പൗണ്ട് EZ ആണോ RS ആണോ എന്നൊക്കെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിന്റെ EZ ഐസോമറിസം RS ഐസോമറിസം ഒക്കെ വരക്കാൻ വേണ്ടിയിട്ടും പറയാറുണ്ട്. നെക്സ്റ്റ് അതേപോലെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ആണ് കാർബോ കാറ്റയോൺ മെക്കാനിസം. യൂണിറ്റ് 10 and 11 അവിടെ മെക്കാനിസം ചോദിക്കാം, റീഅറേഞ്ച്മെന്റ് ചോദിക്കാം. ഓവറോൾ ഒരു 10 മാർക്കിന് വരെ ആ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. മെക്കാനിസം ഒക്കെ എഴുതുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എഴുതണം.
സോ ഇനി എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടൈപ്പ് വരുന്നത്? നമുക്ക് ഷോർട്ട് എസ്സേ, ഡിസ്ക്രിപ്റ്റീവ് ആൻസർ ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു 8 to 10 മാർക്സിന് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അതിന് നമ്മൾ മാക്സിമം ഒരു 250 വേർഡ്സിൽ എന്ത് ചെയ്യുക, അതിന്റെ ഒരു ആൻസർ പ്ലാൻ ചെയ്യുക. അതിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ട്രക്ചേർഡ് എക്സ്പ്ലനേഷൻ ആയിരിക്കണം. സ്ട്രക്ചേർഡ് എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ എന്താ പറയാ, അതിന് ആ ഒരു ഇപ്പൊ ഒരു മെക്കാനിസം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇപ്പം SN1 മെക്കാനിസം ആണെങ്കിൽ എന്താണ് SN1 മെക്കാനിസം എന്ന് പറയണം, ആ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യണം, മെക്കാനിസം റിയാക്ഷൻസ് എഴുതണം, ഓവറോൾ റിയാക്ഷൻ എഴുതണം, അതിന് 1-2 എക്സാമ്പിൾസും കൊടുക്കണം. അങ്ങനെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടായിരിക്കണം നമ്മുടെ ആൻസർ വരേണ്ടത്. ഇനി ഡയഗ്രാം മെക്കാനിസം ക്വസ്റ്റ്യൻസ് ഒക്കെ 5 to 10 മാർക്സിനാണ് എക്സ്പെക്ട് ചെയ്യാറുള്ളത്. മെക്കാനിസം ഒക്കെ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക, ലാബിൽ ചെയ്തിട്ട് തന്നെ ഇപ്പൊ നമ്മളൊരു കോമ്പൗണ്ട് വെച്ചിട്ടാണ് മെക്കാനിസം കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിന്റെ പേര് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അതുപോലെ അതിനകത്ത് ഫോം ചെയ്യുന്ന ഓരോ ഇന്റർമീഡിയറ്റിന്റെയും പേര് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ട്രാൻസിഷൻ സ്റ്റേറ്റ് ഒക്കെ എഴുതുമ്പോൾ പ്രത്യേകം ബ്രാക്കറ്റിൽ തന്നെ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി കൺസെപ്റ്റ് എക്സ്പ്ലനേഷൻ ഒരു 3 to 5 മാർക്സിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഒരു മാക്സിമം ഒരു 150 വേർഡ്സിൽ നമ്മൾ അതിന്റെ ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്താൽ മതി. എഴുതുന്ന സമയത്ത് വളരെ പ്രിസൈസ് ആയിട്ട് അതിന്റെ കോൺസെപ്റ്റും കൊടുക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 എക്സാമ്പിൾസും കൂടെ കൊടുക്കുക. ദെൻ കമ്പാരിറ്റീവ് അല്ലെങ്കിൽ റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 5 to 8 മാർക്സിന് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അത് നമുക്ക് എങ്ങനെ ടാബുലാർ ആയിട്ട് എഴുതാം, പാരഗ്രാഫ് ആയിട്ട് എഴുതാം. ടാബുലാർ ആയിട്ടൊക്കെ എഴുതുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കംപ്ലീറ്റ് പോയിന്റ്സും കീ പോയിന്റ്സ് ആകാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, പ്രിൻസിപ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ പോയിന്റ്സ് എന്ത് ചെയ്യാം, ടാബുലാർ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് ആണെങ്കിൽ 2 to 3 മാർക്സിനാണ് വരാറുള്ളത്. ഇപ്പം റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഈൽഡ് എസ്റ്റിമേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ഇക്വേഷനും അതുപോലെ അതിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസും കാൽക്കുലേഷൻസും ഒക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ കാണിക്കാൻ നോക്കുക. ഷോർട്ട് നോട്ട് ഡെഫിനീഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് 2 to 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാക്സിമം ഒരു 60 വേർഡ്സിൽ വളരെ കീ പോയിന്റ്സും കീ ആയിട്ടുള്ള എക്സാമ്പിൾസും ആപ്ലിക്കേഷൻസും മാത്രം എഴുതിയിട്ട് ഒരു 60 വേർഡ്സിൽ മാക്സിമം അതിന്റെ ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 8 to 10 മാർക്സിന് വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. സോ അതിനകത്ത് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീപ്പ് ആയിട്ടുള്ള നോളേജും അതിനകത്ത് നമ്മൾ കവർ ചെയ്യണം. ഇപ്പൊ അതിനകത്ത് ഇപ്പൊ ഒരു പ്രത്യേക മെക്കാനിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മെക്കാനിക്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് റിയാക്ഷൻ ആയിട്ട് തന്നെ കാണിക്കുക. ഡയഗ്രാംസ് എല്ലാം ഉണ്ടെങ്കിൽ അത് ലാബിൽ ചെയ്തിട്ട് തന്നെ ഡയഗ്രാംസ് കാണിക്കുക. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യണം, ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡ് ചെയ്യണം. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള വളരെ ഡീപ്പായിട്ട് എല്ലാ നോളേജും അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ ഡയഗ്രാം മെക്കാനിസം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു 5 to 10 മാർക്സിനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാറുള്ളത്. സോ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെക്കാനിസംസും ലാബിൽ ചെയ്തിട്ടുള്ള ഡയഗ്രാംസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. മെക്കാനിക്സ് ഒക്കെ എഴുതുമ്പോൾ ഓരോ കോമ്പൗണ്ട്സിന്റെയും പേരും കൂടെ ചേർക്കാൻ നോക്കുക. കൺസെപ്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്നുണ്ടെങ്കിൽ വളരെ പ്രിസൈസ് ആയിട്ട് ആ ഒരു കോൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യുക. ഏതെങ്കിലും പ്രിൻസിപ്പിൾസ് എന്തെങ്കിലും ആണെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾസ് അതുപോലെ തന്നെ എഴുതുക. ഇപ്പൊ HSAB കോൺസെപ്റ്റ് അതൊക്കെ എന്താണ്, HSAB പ്രിൻസിപ്പിൾ ആണ് അല്ലെ. സോ ആ പ്രിൻസിപ്പിൾ നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഇല്ലതുപോലെ തന്നെ അതേപോലെ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ആണെങ്കിൽ അതിനകത്ത് ചെറിയൊരു ഡയഗ്രൊക്കെ റഫ് ആയിട്ടുള്ള ഒരു ഡയഗ്രൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി കമ്പാരിറ്റീവ് റീസണിങ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ടാബുലാർ, അതായത് കാർബാനയോൺ വേഴ്സസ് കാർബോകാറ്റയോൺ. അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനകത്ത് കാർബാനയോൺസിന്റെ സ്റ്റെബിലിറ്റി, കാർബാനയോൺസിന്റെ സ്ട്രക്ചർ എല്ലാം കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. വളരെ പോയിന്റ് ആയിട്ട് കീ പോയിന്റ്സ് മാത്രമാണെങ്കിലും കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഒരു 5 to 8 മാർക്സിന് വരെ നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഓരോ ബ്ലോക്കിലും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? ബ്ലോക്ക് 1 സ്റ്റീരിയോ കെമിസ്ട്രി എന്ന ബ്ലോക്കിനകത്ത് നമുക്ക് ആവറേജ് ഒരു 10 മാർക്സിന് വരെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ദാറ്റ് മീൻസ് ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 20% നമുക്ക് ബ്ലോക്ക് 1-ൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ബ്ലോക്ക് 2 സ്റ്റീരിയോ കെമിസ്ട്രി 2 എന്ന ബ്ലോക്കിനകത്ത് നിന്ന് ആവറേജ് 9 മാർക്സ് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 18%. ബ്ലോക്ക് 3 റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് എന്ന ബ്ലോക്കിനകത്ത് നിന്ന് ഒരു 12 മാർക്സിന് നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ദാറ്റ് മീൻസ് 24%. ആൻഡ് ബ്ലോക്ക് 4 റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് 2 എന്ന ബ്ലോക്കിനകത്ത് നിന്ന് 8 മാർക്കിന് വരെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓവറോൾ ഒരു 16%. ഇനി ക്യുമുലേറ്റീവ് ഇന്റർഗ്രേറ്റഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ കോമ്പൗണ്ട് ഒക്കെ തന്നിട്ട് അതിന്റെ ഇസെഡ് മെക്കാനിസം അങ്ങനത്തെ ഒക്കെ
കുറച്ച് എന്താ പറയാ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അതും ഒരു 11 മാർക്സിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഒരു 22%. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ട്രെൻഡ് കാണിച്ചിട്ടുള്ളത് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു ട്രെൻഡ് എങ്ങനെയാണ്, ഡിസംബർ 2024 ടു ജൂൺ 2025. ഡയഗ്രാം മെക്കാനിസം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലുള്ള ട്രെൻഡാണ് ഓറഞ്ച് ലൈന് കാണിക്കുന്നത്. ഈ ലൈന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ആ ഒരു ഇൻക്രിമെന്റ് ആണ് കാണിക്കുന്നത്. അതുപോലെ കോൺസെപ്റ്റ് എക്സ്പ്ലനേഷൻ ആണെങ്കിലും ഇൻക്രീസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതേസമയം കമ്പാരിറ്റീവ് ആൻഡ് റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിക്രീസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോ പറഞ്ഞ സെയിം ഡാറ്റ തന്നെയാണ് ഈ പറയുന്നത്. ഡയഗ്രാം മെക്കാനിസം എന്താണ്, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് 25%-ൽ നിന്ന് 28%-ഓളം ഇൻക്രീസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. കോൺസെപ്റ്റ് എക്സ്പ്ലനേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏകദേശം 20-22% ഇൻക്രിമെന്റ് ആണ് കാണിക്കുന്നത്. അതായത് കൈറാലിറ്റി വേഴ്സസ് സിമെട്രി, HSAB പ്രിൻസിപ്പിൾസ്, അതുപോലത്തെ ക്വസ്റ്റ്യൻസ് എന്താണ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിക്ലൈൻ ചെയ്യാണ് വന്നിട്ടുള്ളത്. അതായത് ഡിക്ലൈൻ ചെയ്യാന്ന് പറയുമ്പം ഒരു എന്താ പറയാ ഒരു വലിയ ഡിക്ലൈൻ ഒന്നും അതിനകത്ത് വരുന്നില്ല, വളരെ ഒരു ചെറിയ വാരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എക്സ്പെക്ട് ചെയ്യണം ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും. ഇനി എങ്ങനെയാണ് സ്ട്രാറ്റജിക് ആയിട്ട് ടൈം മാനേജ് ചെയ്ത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനും പ്രിപ്പയർ ചെയ്യേണ്ടത്. ആവറേജ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2.4 മിനിറ്റ് എന്ത് ചെയ്യുക, ഒരു മാർക്കിന് വെച്ചിട്ട് അലൊക്കേറ്റ് ചെയ്യുക. അതായത് ഇപ്പം 2 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഒരു 45-50 മിനിറ്റ്സിന്റെ ഉള്ളിൽ തന്നെ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു 30-35 മിനിറ്റ് കൊണ്ട് മെക്കാനിസം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും 35-40 മിനിറ്റ്സ് കൊണ്ട് കോൺസെപ്റ്റ് ആൻഡ് കമ്പാരിസൺ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും കവർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇങ്ങനെ നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ട് ടൈം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ്സ് സ്പെയർ ആയിട്ട് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടെ എന്ത് ചെയ്യാം, ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഏതെങ്കിലും മെക്കാനിസത്തിൽ കോമ്പൗണ്ടിന്റെ പേര് എഴുതാൻ വിട്ടിട്ടുണ്ടോ, ഏതെങ്കിലും മെക്കാനിസം നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ടോ, എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് മാറിപ്പോയിട്ടുണ്ടോ, കീ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്ത് വളരെ റിലാക്സ് ആയിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. സോ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിഫൈൻ കൈറാലിറ്റി ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് റിലേഷൻ വിത്ത് സിമെട്രി യൂസിങ് എക്സാമ്പിൾസ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ കൈറാലിറ്റി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, സിമെട്രി ആയിട്ട് അതിനുള്ള റിലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം, വിത്ത് എക്സാമ്പിൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. 11 തവണ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ആൻഡ് അപ്ലൈ ദ റൂൾ ഓഫ് അസൈനിങ് EZ ആൻഡ് RS കോൺഫിഗറേഷൻ. റൂൾ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്ത് ചെയ്യുക, EZ കോൺഫിഗറേഷനും RS കോൺഫിഗറേഷനും പ്രയോറിറ്റി വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഹയർ പ്രയോറിറ്റി വരുമ്പോൾ ഹയർ പ്രയോറിറ്റി ഏത് ഗ്രൂപ്പിന് കൊടുക്കണം, പിന്നെ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് അങ്ങനത്തെ ഒക്കെ റൂൾസ് ഒക്കെ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. 1-2 എക്സാമ്പിളും കൂടെ കാണിക്കാം. 10 തവണ ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കമ്പയർ ക്രാംസ് റൂൾ ആൻഡ് ഫെൽക്കിൻ ആൻഡ് റൂൾ ഇൻ അസിമെട്രിക് ഇൻഡക്ഷൻ. കമ്പാരിസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ക്രാംസ് റൂൾ എന്താണ്, ഫെൽക്കിൻ ആൻഡ് റൂൾ എന്താണെന്നുള്ള ക്ലാരിറ്റി നമുക്ക് വേണം, എന്നത് നമ്മൾ കമ്പയർ ചെയ്യണം. ഡിസ്കസ് HSAB കോൺസെപ്റ്റ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ ടു ന്യൂക്ലിയോഫിലിക് അഡീഷൻ മെക്കാനിസം. HSAB കോൺസ്റ്റന്റ് എന്താണ്, അതിന്റെ ആപ്ലിക്കേഷനും കൂടെ, ന്യൂക്ലിയോഫിലിക് അഡീഷൻ മെക്കാനിസത്തിലുള്ളതിന്റെ ആപ്ലിക്കേഷൻ. ഇതെല്ലാം 9 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. Then explain stability of cations, carbocations by inductive resonance and hyperconjugative effect. ഓരോ എഫക്റ്റ് വെച്ചിട്ടും കാർബോകാറ്റയോൺസിന്റെ സ്റ്റെബിലിറ്റി നമ്മൾ പറയണം. ആ ഒരു ഓവറോൾ ഓർഡർ പ്രൈമറി സെക്കൻഡറി ടെറിഷറി ആ ഒരു ഓർഡറും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് മെൻഷൻ ചെയ്യണം. അത് 8 തവണ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിഫൈൻ ആംബിഡന്റ് ന്യൂക്ലിയോഫൈൽസ് ആൻഡ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദയർ റിയാക്ടിവിറ്റി. എന്താണ് ആംബിഡന്റ് ന്യൂക്ലിയോഫൈൽസ്, അവരുടെ റിയാക്ടിവിറ്റിയെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. ആംബിഡന്റ് ന്യൂക്ലിയോഫൈൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ ഫാക്ടേഴ്സും ജസ്റ്റ് 1-2 ലൈനിലോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. കമ്പയർ ഫ്രീ റാഡിക്കൽ ക്ലോറിനേഷൻ വേഴ്സസ് ബ്രോമിനേഷൻ വിത്ത് മെക്കാനിസം. ഒരു കമ്പാരിസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. സോ ഫ്രീ റാഡിക്കൽ ക്ലോറിനേഷൻ എന്താണ്, ഫ്രീ റാഡിക്കൽ ബ്രോമിനേഷൻ എന്താണ്, അവിടുത്തെ ഇന്റർമീഡിയറ്റ് എന്തൊക്കെയായിരിക്കും, അവിടുത്തെ റിയാക്ഷൻ കണ്ടീഷൻ എന്തൊക്കെയാണ്, അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം വിത്ത് മെക്കാനിസം. മെക്കാനിസം എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ കോമ്പൗണ്ടിന്റെയും പേരും കൂടെ മെൻഷൻ ചെയ്യണം. 7 തവണ ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കമ്പയർ ദ സ്ട്രക്ചർ ആൻഡ് റിയാക്ടിവിറ്റി ഓഫ് നൈട്രീൻസ് ആൻഡ് കാർബീൻസ്. വീണ്ടും കമ്പാരിസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇവിടെ പെർട്ടിക്കുലർലി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സ്ട്രക്ചറും റിയാക്ടിവിറ്റിയും മാത്രം നമ്മൾ അപ്പം കമ്പയർ ചെയ്താൽ മതി. എന്നിട്ട് 1-2 എക്സാമ്പിൾസ്, നൈട്രീൻസിന് എക്സാമ്പിൾ കൊടുക്കുക, കാർബീൻസിന് എക്സാമ്പിൾ കൊടുക്കുക. നെക്സ്റ്റ് കമ്പയർ പിനക്കോൾ ആൻഡ് ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെന്റ്. പിനക്കോൾ എന്തായിരുന്നു, നമ്മുടെ ആൽക്കഹോൾ ടു
കീറ്റോൺ ആണ്, ബെൻസിൻ ബെൻസിലിക് ആസിഡ്. ആ ഒരു റീഅറേഞ്ച്മെന്റ് വിത്ത് മെക്കാനിസം തന്നെ കമ്പയർ, പിനക്കോൾ സെപ്പറേറ്റ് ആയിട്ടും ബെൻസിലിക് റീഅറേഞ്ച്മെന്റ് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് അതിന്റെ വിത്ത് മെക്കാനിസം കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം പിനക്കോളിലാണെങ്കിലും ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെന്റിലാണെങ്കിലും മെക്കാനിസം ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ മെക്കാനിസം മിസ് ചെയ്യാതെ നമ്മൾ എഴുതണം. 6 തവണ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡ്രോ ആൻഡ് ഡിസ്കസ് ദി ചെയർ ആൻഡ് ബോട്ട് കൺഫർമേഷൻസ് ഓഫ് സൈക്ലോഹെക്സേൻ. സോ എന്ത് ചെയ്യുക, ചെയർ കൺഫർമേഷനും ബോട്ട് കൺഫർമേഷനും കാണിക്കുക. ഏതാണ് ഹൈലി, നമുക്കറിയാം ചെയർ കൺഫർമേഷൻ ആയിരിക്കും മോർ സ്റ്റേബിൾ. അതിന്റെ കാരണങ്ങൾ പറയാം. പിന്നെ ആക്സിയൽ ഗ്രൂപ്പ് വരുമ്പോൾ, അതായത് 1,3 ഡയാക്സിയൽ ഇന്ററാക്ഷൻ, ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഇനി ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് എത്ര തവണ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്? കൈറാലിറ്റി ആൻഡ് സിമെട്രി, ആ ഒരു കോൺസെപ്റ്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 വരുന്ന ഒരു ടോപ്പിക്കാണ്. 11 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആവറേജ് നമുക്ക് 8 to 10 മാർക്ക് വരെ നമുക്ക് അതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം. EZRS കോൺഫിഗറേഷൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് 10 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ സിമെട്രിക് ഇൻഡക്ഷൻ, ക്രാം ആൻഡ് ഫെൽക്കിൻ റൂൾ ബ്ലോക്ക് 2 യൂണിറ്റ് 7 വരുന്ന ഒരു ടോപ്പിക് ആണ്. 9 തവണ വന്നിട്ടുണ്ട്. ആവറേജ് 10 മാർക്ക് നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണം. HSAB കോൺസെപ്റ്റ് ആൻഡ് മെക്കാനിസം ബ്ലോക്ക് 3 യൂണിറ്റ് 9 ആണ്. കാർബോ കാറ്റയോൺ സ്റ്റെബിലിറ്റി ബ്ലോക്ക് 3 യൂണിറ്റ് 10, 9, 8 തവണയായിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആവറേജ് നമുക്ക് 8 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാം. ആംബിഡന്റ് ന്യൂക്ലിയോ ഫൈൽസ് ബ്ലോക്ക് 3 യൂണിറ്റ് 12 വരുന്ന ഒരു ടോപ്പിക് ആണത്. 8 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഷോർട്ട് എസ്സേ ടൈപ്പ് 5 മാർക്കിനാണ് വന്നിട്ടുള്ളത്. ഫ്രീ റാഡിക്കൽ വേഴ്സസ് ബ്രോമിനേഷൻ, നൈട്രീൻസ് ആൻഡ് കാർബീൻസ് ബ്ലോക്ക് 4 യൂണിറ്റ് 13 യൂണിറ്റ് 14 15 ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. 7 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 5 to 8 മാർക്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ദെൻ പിനക്കോൾ ആൻഡ് ബെൻസിൻ, അതായത് പിനക്കോൾ ആൻഡ് ബെൻസിലിക് റീഅറേഞ്ച്മെന്റ്, അത് ബ്ലോക്ക് 3 യൂണിറ്റ് 11 വരുന്ന ഒരു ടോപ്പിക്കാണ്. 6 തവണയാണ് ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്തിട്ടുള്ളത്. ആവറേജ് ഒരു 10 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. കമ്പാരിസൺ ആണെങ്കിലും 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, കാരണം മെക്കാനിസം വരുന്നതാണല്ലോ. ദെൻ സൈക്ലോഹെക്സേൻ കൺഫർമേഷൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 വരുന്ന ഒരു ടോപ്പിക് ആണ്. 5 തവണയാണ് വന്നിട്ടുള്ളത്. ആവറേജ് ഒരു 8 മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓവറോൾ നമ്മൾ ഇപ്പം പറഞ്ഞ ഡാറ്റയുടെ ഒരു പൈ ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ റെക്കറിംഗ് ക്വസ്റ്റ്യൻസിന്റെ ഒരു പൈ ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി എങ്ങനെയാണ് സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്? അതായത് ഇപ്പം എന്താണ്, ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാല് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ ഏതൊക്കെ കീ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നൊരു ഔട്ട്ലൈൻ നമ്മൾ ഉണ്ടാക്കണം. കീ ടേംസ് ഏതൊക്കെയാണ്, അതിനകത്ത് വരുന്ന ഡയഗ്രാംസ്, റിയാക്ഷൻസ് ഏതൊക്കെയാണ്. എന്നിട്ട് ഒരു 12, മാക്സിമം ഒരു 15 മിനിറ്റ് കൊണ്ട് അതിന്റെ കംപ്ലീറ്റ് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഡയഗ്രാംസും എനർജി പ്രൊഫൈൽ ഡയഗ്രാംസ്, അതുപോലെ മെക്കാനിസംസ്, ഇതൊക്കെ എന്ത് ചെയ്യുക, വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. കാരണം ഈ ഡയഗ്രത്തിനകത്തോ എനർജി പ്രൊഫൈൽ ഡയഗ്രത്തിനകത്തോ മെക്കാനിസത്തിനകത്തോ ഒക്കെ ഒരു മിസ്റ്റേക്ക് വന്നാൽ പെട്ടെന്ന് മാർക്ക് കുറയും. കാരണം നമ്മൾ അവിടെ പ്രത്യേകിച്ചൊന്നും എഴുതുന്നൊന്നുമില്ലല്ലോ. ജസ്റ്റ് ഒരു ചെറിയ ഒരു ടെമ്പറേച്ചർ കണ്ടീഷൻ, ഇപ്പൊ 120 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് ഒരു 140 ഡിഗ്രി സെൽഷ്യസ് ആയാൽ മതി. അതെന്തായി, കംപ്ലീറ്റ് ബ്ലെൻഡർ ആയി, ആ റിയാക്ഷനെ മാറിപ്പോയി അല്ലെ. സോ എന്ത് ചെയ്യാം, അങ്ങനെ കംപ്ലീറ്റ് ക്ലിയർ ആയിട്ട് തന്നെ നോക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ദെൻ ക്രോസ് ലിങ്ക് ടോപ്പിക്സ് ഫോർ ഹൈ വാല്യൂ ഏരിയാസ്, അതായത് ഇപ്പൊ കൈറാലിറ്റി, കോൺഫിഗറേഷൻ, റിയാക്ടിവിറ്റി, ഇതുപോലത്തെ ടോപ്പിക്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, റിവൈസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി നമുക്ക് പ്രോബബിലിറ്റി പെർസെന്റേജ് നോക്കാം. ഓരോ ബ്ലോക്കിൽ നിന്നും എത്ര പ്രോബബിൾ ആയിട്ട് എത്രത്തോളം മാർക്സിന് നമ്മൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം. ബ്ലോക്ക് 1 യൂണിറ്റ് 1 മോളിക്കുലാർ സിമെട്രി ആൻഡ് കൈറാലിറ്റി എന്നൊരു ടോപ്പിക് 85% പ്രോബബിൾ, ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണത്. ഓക്കെ, അതായത് ലാസ്റ്റ് 6 പേപ്പേഴ്സിൽ 5 തവണ ഇത് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 കൈറാൽ സെന്റർ ആൻഡ് റെസിമിക് മിക്സ്ചേഴ്സ് 78% ഉണ്ട് പ്രോബബിലിറ്റി പെർസെന്റേജ്, ഹൈ ടോപ്പിക് ആണ്. ഒരുപാട് തവണ അതിനകത്തുനിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 5
ഇസെഡ് ആൻഡ് ആർ എസ് കോൺഫിഗറേഷൻ, അതുപോലെ ബ്ലോക്ക് 3 കാർബോ കാറ്റയോൺ സ്ട്രക്ചർ ആൻഡ് സ്റ്റെബിലിറ്റി. ഇതെല്ലാം ഹൈ കാറ്റഗറി ടോപ്പിക്സ് ആണ്. 82% 80% എല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് മെക്കാനിസം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, എന്നാൽ ബ്ലോക്ക് 1 യൂണിറ്റ് 3 കൺഫർമേഷൻസ് ഓഫ് സൈക്ലോഹെക്സേൻ 68% ആണ് പ്രോബബിലിറ്റി പെർസെന്റേജ് വരുന്നത്. മീഡിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് പൊതുവെ ക്വസ്റ്റ്യൻ കാണാറുള്ളത്. ദെൻ അതുപോലെ മീഡിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് ബ്ലോക്ക് 2 യൂണിറ്റ് 7 അസിമെട്രിക് ഇൻഡക്ഷൻ. 65% പ്രോബബിലിറ്റി പെർസെന്റേജ് വരുന്നുള്ളൂ. 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് 5 ഇയറിലായിട്ട് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 3 യൂണിറ്റ് 11 റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസ് എന്ന ആ ഒരു ടോപ്പിക് 70% ആണ് പ്രോബബിലിറ്റി പെർസെന്റേജ് വരുന്നത്. ഹൈൽഡ് ടോപ്പിക് ആണ്. അവിടുന്ന് പിനക്കോൾ, ബെൻസിൻ, ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെന്റ് അതൊക്കെ അതാണ് മെയിൻ ആയിട്ടും ചോദിക്കാറുള്ളത്. ഓക്കെ, എന്നാൽ ബ്ലോക്ക് 3 യൂണിറ്റ് 12 കാർബാനയോൺസ് ആൻഡ് ആംബിഡന്റ് ന്യൂക്ലിയോഫൈൽസ്. ബ്ലോക്ക് 4 യൂണിറ്റ് 13 ഫ്രീ റാഡിക്കൽ റിയാക്ഷൻസ്. ബ്ലോക്ക് 4 യൂണിറ്റ് 14 15 ആയിട്ട് വരുന്ന നൈട്രീൻസ് ആൻഡ് കാർബീൻസ്. ഇത്രയും ടോപ്പിക്സ് മീഡിയം റെലവെന്റ് ടോപ്പിക്സ് ആണ്. മെക്കാനിസം ചോദിക്കാം. അതുപോലെ ഫ്രീ റാഡിക്കൽ റിയാക്ഷനകത്തുനിന്ന് ക്ലോറിനേഷൻ വേഴ്സസ് ബ്രോമിനേഷൻ അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നൈട്രീൻസ് ആൻഡ് കാർബീൻസിൽ മെക്കാനിസംസും സ്ട്രക്ചറും ഒക്കെ കമ്പയർ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. ഇത് മീഡിയം റെലവെന്റ് ടോപ്പിക് ആണ്. ഇനി എങ്ങനെ ഹൈ പ്രയോറിറ്റി, അതായത് മോർ ദാൻ 70% പ്രോബബിലിറ്റി പെർസെന്റേജ് മോർ ദാൻ 70 വരുന്നവരാണ് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് പഠിക്കുന്ന സമയത്ത് ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യണോ അത്രയും കാര്യങ്ങൾ തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ പഠിക്കാം. ഡീപ്പ് ആയിട്ടുള്ള കോൺസെപ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ്, ഡയഗ്രംസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, സിമെട്രി, കൈറൽ കോൺഫിഗറേഷൻസ്, ഇസെഡിന്റെ റൂൾസ്, കാർബോ കാറ്റയോൺസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ മെക്കാനിസംസ്, സ്ട്രക്ചർ എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട്, റീഅറേഞ്ച്മെന്റ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ കവർ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നാൽ മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സിനകത്ത് അതിന്റെ ഡെഫിനിഷൻസോ പ്രിൻസിപ്പിൾസോ ലോസ് ഒക്കെയാണ്, റൂൾസ് ഒക്കെ ആണെങ്കിൽ അത് പഠിക്കുക. മെക്കാനിസം ഉണ്ടെങ്കിൽ അത് പഠിക്കുക. ഡയഗ്രംസ് ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ നോക്കുക. ഇപ്പൊ മെയിൻ ആയിട്ടും വരുന്ന ടോപ്പിക്സ് ആണ് സൈക്ലോഹെക്സെയിൻ കൺഫർമേഷൻസ്. അതിനകത്ത് ബോർഡ് കൺഫർമേഷനും ചെയർ കൺഫർമേഷനും 1,3 ഡയാക്സിയൽ ഇന്ററാക്ഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്യാം. ഒരു 4 to, അതായത് ഒരു എന്താ പറയാ, ഒരു ഷോർട്ടസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ, അതായത് ഒരു 5 to 6 മാർക്ക് ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യണോ ആ ഒരു രീതിയിൽ മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ലോ പ്രയോറിറ്റി ടോപ്പിക്സ് ആണെങ്കിൽ ലെസ് റെക്കറിംഗ് സബ് ടോപ്പ്, അത് ORD, CD, പ്ലാനർ, കൈറാലിറ്റി അതുപോലത്തെ ടോപ്പിക്സ് ആണ്. അതിന്റെ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആക്കിയിട്ട് വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ പോയിന്റ്സും അതിനകത്ത് നിന്ന് പഠിച്ചിട്ട് പോവുക. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ആണ് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു നമ്മൾ അനലൈസ് ചെയ്ത കംപ്ലീറ്റ് ഡാറ്റാസും വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണത്. സോ നമുക്കറിയാം 2 hour ആണ് നമ്മുടെ എക്സാം വരുന്നത്. മാക്സിമം 50 മാർക്കിലോട്ടായിരിക്കും എക്സാം. ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്താൽ മതി. എല്ലാ ക്വസ്റ്റ്യൻസും ഒരേപോലെ ആയിരിക്കും മാർക്ക് ക്യാരി ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ കൈറാലിറ്റി ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾസ്, സ്റ്റേറ്റ് വെദർ ഇറ്റ് ഈസ് കൈറാൽ ഓർ അക്കൈറാൽ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ വിത്ത് റെഫറൻസ് ടു സിമെട്രി എലമെന്റ്സ്. ഫസ്റ്റ് എന്താണ് കൈറാലിറ്റി എന്ന് പറയണം. 2 ബ്രോമോബ്യൂട്ടേൻ, 1,3 ഡൈക്ലോറോ, 2 പ്രൊപ്പനോൾ. ഈ മോളിക്യൂൾസ് കൈറാൽ ആണോ അക്കൈറാൽ ആണോ എന്ന് ജസ്റ്റിഫൈ ചെയ്യണം ബൈ ഡിഫൈനിങ് സിമെട്രി എലമെന്റ്സ് വിത്ത് സിമെട്രി എലമെന്റ്സ്. ഫസ്റ്റ് കൈറാലിറ്റി എന്ന് വെച്ചാൽ ഒരു മോളിക്യൂൾ കൈറാൽ ആവുന്നത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് വരുമ്പോഴാണ്. കൈറാൽ മോളിക്യൂൾസിന് lack of improper symmetry elements, plane of symmetry, center of symmetry, improper rotation axis. So 2 bromopropane എന്ന് പറയുമ്പോൾ സെക്കൻഡ് കാർബണിൽ വരുന്നത് 4 ഡിഫറെന്റ് ഗ്രൂപ്പ് ആണ്. സോ അതെന്താണ് CH3, CH2, CH3, Br ഹൈഡ്രജൻ ആണല്ലോ. സോ അത് സ്റ്റീരിയോജെനിക്, അതായത് കൈറാൽ സെന്റർ ആയിരിക്കും. ഇവിടെ പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല. സോ ഫസ്റ്റ് കോമ്പൗണ്ട് കൈറാൽ മോളിക്യൂൾ ആണ്. ഇനി 1,3 ഡൈക്ലോറോ 2 പ്രൊപ്പനോളിനകത്ത് സെൻട്രൽ കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ളത് OH, ഹൈഡ്രജന്, CH2Cl ഉം CH2Cl ലെഫ്റ്റ് ആണ്. പക്ഷെ അവിടെ എന്താണ് 2 സബ്സ്റ്റിറ്റ്യൂവൻസ് ഐഡന്റിക്കൽ. സോ എന്തുണ്ട്, പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടായതുകൊണ്ട് തന്നെ ആ കൈറാൽ മോളിക്യൂൾ ആണത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി പാർട്ട് ആണ്. എ ഡൈകാർബോക്സിലിക് ആസിഡ് COOH, CHOH, CHOH, COOH can exist in several stereoisomeric forms. Draw all possible stereoisomers using suitable projection formula. Indicate which of these optically active and which are optically inactive, giving reasons. ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അതിന് ഏതൊക്കെ സ്റ്റീരിയോ ഐസോമറിക് ഫോംസ് പോസിബിൾ ആണ്, ആ പോസിബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റീരിയോ ഐസോമേഴ്സും പ്രൊജക്ഷൻ ഫോർമുല വെച്ചിട്ട് തന്നെ നമ്മൾ വരക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതിനകത്ത് ഏതൊക്കെയായിരിക്കും ഒപ്റ്റിക്കലി ആക്റ്റീവ്, ഏതൊക്കെയായിരിക്കും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്, അതാണ് പറഞ്ഞിട്ടുള്ളത്. സോ എത്ര ഐസോമേഴ്സ് പോസിബിൾ ആയിരിക്കും? 2/2. സോ 4 സ്റ്റീരിയോ രണ്ട് സ്റ്റീരിയോ സെന്റേഴ്സ് ആണ്, കൈറാൽ സെന്റർ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 2² 4 സ്റ്റീരിയോ ഐസോമേഴ്സ് പോസിബിൾ ആയിരിക്കും. ബട്ട് ഡ്യൂ ടു ഇന്റേണൽ സിമെട്രി 3 സ്റ്റീരിയോ ഐസോമർ ആയിട്ട് 3 സ്റ്റീരിയോ ഐസോമറേ ഉണ്ടാവുള്ളൂ. 4 പോസിബിൾ ആണ്, ബട്ട് ഇന്റേണൽ സിമെട്രി ഉണ്ടായതുകൊണ്ട് 3 ഉണ്ടാവുള്ളൂ. ഒന്ന് RR ഒപ്റ്റിക്കലി ആക്റ്റീവ്, SS ഒപ്റ്റിക്കലി ആക്റ്റീവ്, പിന്നെ RSഉം SRഉം. RSO അല്ലെങ്കിൽ SR ഏതെങ്കിലും ഒന്ന് വരച്ചാൽ മതി. മീസോഫോം ഇതിന്റെയൊക്കെ എന്ത് ചെയ്യുക, ഫിഷർ പ്രൊജക്ഷൻ വരക്കാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണോ ആക്റ്റീവ് ആണോ അതാണ് നോക്കാനുള്ളത്. RR ഐസോമർ ആണെങ്കിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും, നോ സിമെട്രി. SSഉം ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, കാരണം എന്താണ്, അത് ഇനാൻഷ്യോമർ ഓഫ് RR ആണ്. എന്നാൽ മീസോഫോം RS ഫോം ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും, കാരണം അവിടെ ഇന്റേണൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. നെക്സ്റ്റ്, റൈറ്റ് ദ സീക്വൻസ് റൂൾ യൂസ്ഡ് ടു അസൈൻ കോൺഫിഗറേഷൻ ആൻഡ് ഡിറ്റർമിൻ ദ EZ കോൺഫിഗറേഷൻ ഫോർ ദി ഫോളോയിങ് ആൽക്കീൻസ്. ഫസ്റ്റ് റൂള് പറഞ്ഞിട്ടുണ്ട്, അതായത് EZ കോൺഫിഗറേഷൻ അസൈൻ ചെയ്യുന്നതിനുള്ള റൂള്. ദെൻ തന്നിട്ടുള്ള കോമ്പൗണ്ട്സിന്റെ EZ കോൺഫിഗറേഷൻ പറയണം. ദെൻ ഡ്രോ ദി കോൺഫിഗറേഷണൽ ഐസോമേഴ്സ് ആൻഡ് ലാബൽ ദം. സോ എന്താണ് ഫസ്റ്റ് EZ അസൈൻമെന്റിനുള്ള റൂൾ ആയിട്ട് വരുന്നത് ക്യാൻ ഇൻകോൾഡ് പ്രിലോങ് CIP റൂൾസ് ആണ്. ഹയർ അറ്റോമിക് നമ്പറിന് ഹയർ പ്രയോറിറ്റി, സെയിം ആറ്റം ആണെങ്കിൽ നെക്സ്റ്റ് ആറ്റം ആയിട്ട് കമ്പയർ ചെയ്യണം. ഡബിൾ ബോണ്ട് ട്രീറ്റഡ് ആസ് എ ബോണ്ടഡ് ടു ഡ്യൂപ്ലിക്കേറ്റ് ആറ്റം, ദെൻ ഹയർ പ്രയോറിറ്റി ഗ്രൂപ്പ് ഡിസൈഡ്സ് EZ. സോ ഫസ്റ്റ് കോമ്പൗണ്ട് CH3 CH2 CH ഡബിൾ ബോണ്ട് CHCl ലെഫ്റ്റ് കാർബണിനായിരിക്കും. ലെഫ്റ്റ് കാർബണിൽ വരുന്ന പ്രയോറിറ്റീസ് CH3 CH2 ഗ്രേറ്റർ ദാൻ ഹൈഡ്രജൻ, റൈറ്റ് കാർബണിലാവുമ്പം Cl ഗ്രേറ്റർ ദാൻ ഹൈഡ്രജൻ. ഹയർ പ്രയോറിറ്റി ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് തന്നെ ഈ കോൺഫിഗറേഷൻ വരും. ഇതുപോലെ നമ്മൾ സെക്കൻഡ് കോമ്പൗണ്ടിന്റെ Br CH2 CH ഡബിൾ ബോണ്ട് CH3 അതിന്റെ ഇതേപോലെ തന്നെ ചെക്ക് ചെയ്താൽ മതി. അപ്പം എന്താ വരിക, EZ കോൺഫിഗറേഷൻ ആയിരിക്കും വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 ബി പാർട്ട്. For the methyl cyclohexane and tertiary butyl cyclohexane, draw 2 chair conformation of each. Indicate axial and equatorial positions of the substituents. Discuss the relative stability of the conformations. Methyl cyclohexane tertiary butyl cyclohexane ചെയർ ഫോംസ് വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആക്സിയൽ ഇക്വിറ്റോറിയൽ പൊസിഷനിൽ വരുന്ന സബ്സ്റ്റിറ്റ്യൂവൻസ് മാർക്ക് ചെയ്യണം. പിന്നെ റിലേറ്റീവ് സ്റ്റെബിലിറ്റി, രണ്ട് കൺഫർമേഷന്റെ റിലേറ്റീവ് സ്റ്റെബിലിറ്റിയും കൂടെ കമ്പയർ ചെയ്യണം. സോ മീഥൈൽ സൈക്ലോഹെക്സേന് 2 ചെയർ ഫോം, ഒന്ന് മീഥൈൽ ആക്സിയലിൽ വരുന്നതും പിന്നെ മീഥൈൽ ഇക്വിറ്റോറിയലിൽ വരുന്നതും. മീഥൈൽ ആക്സിയലിൽ വരുന്നത് ലെസ് സ്റ്റേബിൾ ആയിരിക്കും, മീഥൈൽ ഇക്വിറ്റോറിയലിൽ വരുന്നത് മോർ സ്റ്റേബിൾ ആയിരിക്കും. ആക്സിയൽ ഫോം സഫേഴ്സ് 1,3 ഡൈആക്സിയൽ ഇന്ററാക്ഷൻ. ടെർഷ്യറി ബ്യൂട്ടൈൽ സൈക്ലോഹെക്സൈൻ ആണെങ്കിൽ ടെർഷ്യറി ബ്യൂട്ടൈൽ സ്ട്രോങ്ലി പ്രിഫർ ചെയ്യുന്നത് ഇക്വിറ്റോറിയൽ പൊസിഷനിലാണ്. ആക്സിയൽ ഫോമിൽ വന്നാൽ ഹൈലി സ്റ്റേബിൾ ആകും. പിന്നെ റിംഗ് ഫ്ലിപ്പിംഗ് എന്ത് ചെയ്യും, ആൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഫേവേഴ്സ് ഇക്വിറ്റോറിയൽ ഫോം. Next, third question. Define and distinguish the following with one appropriate example. Homotopic, enantiotopic, diastereotopic hydrogens, pro R, pro S, phases of trigonal center. ഹോമോടോപ്പിക് എന്താ, ഇനാൻഷ്യോടോപ്പിക് എന്താ, ഡയാസ്റ്റീരിയോടോപ്പിക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. വിത്ത് എക്സാമ്പിൾ തന്നെ വേണം. ദെൻ പ്രോ ആറും പ്രോ എസ് സ്പേസസും. ഹോമോടോപ്പിക് എന്ന് വെച്ചാൽ റീപ്ലേസ്മെന്റ് ഗിവ്സ് സെയിം കോമ്പൗണ്ട്. CH4 ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഇനാൻഷ്യോടോപ്പിക് റീപ്ലേസ്മെന്റ് ഗിവ്സ് ഇനാൻഷ്യോമേഴ്സ്. CH3 CH2 OH പറ്റും. ഡയാസ്റ്റീരിയോടോപ്പിക് ആണെങ്കിൽ ഡയാസ്റ്റീരിയോമേഴ്സ് ഫോം ചെയ്യും. സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കൊടുക്കുക. ഇനി പ്രോ ആർ ആൻഡ് പ്രോ എസ് സ്പേസസ് എന്ന് വെച്ചാൽ ട്രൈഗണൽ പ്ലാനാർ കാർബണിൽ എന്ത് ചെയ്യും, അറ്റാക്ക് നടക്കുന്നുണ്ടാകുക. അറ്റാക്ക് ഫ്രം വൺ ഫേസ്, ഏതെങ്കിലും ഒരു ഫേസിലോടുള്ള അറ്റാക്ക് R ഫോം ചെയ്യും, അതിന്റെ അതർ ഫേസിലോടുള്ള അറ്റാക്ക് S ഫോം ചെയ്യും. ഫേസസ് ഐഡന്റിഫൈ ചെയ്യുന്നത് CIP പ്രയോറിറ്റി ഓർഡർ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇനി അതിനകത്ത് ബി പാർട്ട്
A chiral aldehyde react with nucleophile to give a secondary alcohol using an appropriate substituted carbonyl compound of your choice. Show the information of the product as a pair of diastereomers. Predict the major diastereomer using an asymmetric induction model and justify your prediction. ഒരു കൈറാൽ ആൽഡിഹൈഡ് ന്യൂക്ലിയോഫൈൽ ആയിട്ട് റിയാക്ട് ചെയ്യാണ്, സെക്കൻഡറി ആൽക്കഹോൾ ആണ് ഫോം ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു കാർബോണിൽ കോമ്പൗണ്ട് വെച്ചിട്ട് ആ ഫോർമേഷൻ കാണിക്കണം. ഡയാസ്റ്റീരിയോമേഴ്സ് ഫോം ചെയ്യുന്നത് കാണിക്കണം. അവിടുത്തെ മേജർ ഡയാസ്റ്റീരിയോമർ ഏതാണെന്ന് പ്രൊഡിക്ട് ചെയ്യണം. അതായത് അസിമെട്രിക് ഇൻഡക്ഷൻ മോഡൽ വെച്ചിട്ട് നമ്മുടെ ആൻസറിനെ ജസ്റ്റിഫൈ ചെയ്യും കൂടെ വേണം. സോ നമുക്ക് ഏതെങ്കിലും ഒരു ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽഡിഹൈഡ് എടുക്കാം, ഏതെടുത്താലും കുഴപ്പമില്ല. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഒരു 2-ഫിനൈൽ പ്രൊപ്പനാൽ എടുക്കാം. അങ്ങനെ വരുമ്പോൾ ന്യൂക്ലിയോഫിലിക് അഡീഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് 2 ഡയാസ്റ്റീരിയോമർ ആയിരിക്കും. ഇവിടുത്തെ മേജർ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഫെൽക്കിൻ ആൻഡ് മോഡലാണ്. അതായത് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത് ലെസ് ഹിൻഡേർഡ് സൈഡിലൂടെ ആയിരിക്കും, ഓപ്പോസിറ്റ് ടു ലാർജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂന്റ്. സോ മേജർ ഡയാസ്റ്റീരിയോമർ ഫെൽക്കിൻ പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. എക്സ്പ്ലെയിൻ ദി ടേംസ് ഒപ്റ്റിക്കൽ റൊട്ടേറ്ററി ഡിസ്പെർഷൻ ORD ആൻഡ് സർക്കുലർ ഡൈക്കോറിസം CD. ഇലസ്ട്രേറ്റ് ഹൗ ദി സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് the magnitude of Cotton effect in the CD curve of a cyclohexane derivative can be used to assign its absolute configuration. ORD explain ചെയ്യണം, CD explain ചെയ്യണം. എങ്ങനെയാണ് കോട്ടൺ എഫക്റ്റിന്റെ സൈനും മാഗ്നിറ്റ്യൂഡും CD കർവിന്റെ സൈക്ലോഹെക്സേൻ ഡെറിവേറ്റീവിന്റെ CD കർവിൽ അസൈൻ ചെയ്യുന്നത്. സോ ORD എന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ റൊട്ടേറ്ററി ഡിസ്പെർഷൻ ആണ്, വേരിയേഷൻ ഓഫ് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ വിത്ത് വേവ് ലെങ്ത്. CD ആണെങ്കിൽ ഡിഫറൻസ് ഇൻ ദി അബ്സോർപ്ഷൻ ഓഫ് ലെഫ്റ്റ് വേഴ്സസ് റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്. കോട്ടൺ എഫക്ട് പോസിറ്റീവ് ഓർ നെഗറ്റീവ് പീക്ക് ഇൻ CD കർവ്. അത് നമ്മൾ അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ അസൈൻ ചെയ്യാനാണ് യൂസ് ചെയ്യാറുള്ളത്. സൈക്ലോ ഹെക്സനോൺ ഡെറിവേറ്റീവ് ആണെങ്കിൽ സൈൻ ഓഫ് കോട്ടൺ എഫക്ട് എന്ത് ചെയ്യും, ആക്സിയൽ കൈറാലിറ്റി ആയിട്ട് കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ബി പാർട്ട്, ഡിസ്കസ് ദി ഹാർഡ് ആൻഡ് സോഫ്റ്റ് ആസിഡ്സ് ആൻഡ് ബേസസ് HSAB കോൺസെപ്റ്റ്. ക്ലാസിഫൈ ദി ഫോളോയിങ് സ്പീഷീസ് ആസ് എ ഹാർഡ് ഓർ സോഫ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ പ്രിഫേർഡ് ഇന്ററാക്ഷൻ ഇൻ ന്യൂക്ലിയോഫിലിക് അഡീഷൻ ടു ആൻ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബോണിൽ കോമ്പൗണ്ട്. HSAB പ്രിൻസിപ്പിൾ ഡിഫൈൻ ചെയ്യണം. ഈ SN-ME കോമ്പൗണ്ട്സിന് എന്ത് ചെയ്യണം, ഹാർഡ് ആണോ സോഫ്റ്റ് ആസിഡ് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യണം. ന്യൂക്ലിയോഫിലിക് അഡീഷൻ ടു ആൻ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബോണിൽ കോമ്പൗണ്ടും കൂടെ പറയാനുണ്ട്. സോ HSAB പ്രിൻസിപ്പിൾ ഹാർഡ് ആസിഡ് ഹാർഡ് ബേസ് പ്രിഫർ ചെയ്യും, സോഫ്റ്റ് ആസിഡ്സ് സോഫ്റ്റ് ബേസ് പ്രിഫർ ചെയ്യും. CN- ഹാർഡ് ആയിരിക്കും, MES- സോഫ്റ്റ് ബേസ് ആണ്, CN- ഹാർഡ് ബേസ് ആണ്, HO- അല്ലെങ്കിൽ OH- ഹാർഡ് ബേസ് ആണ്. ഇനി പ്രിഫേർഡ് അഡീഷൻ എന്ന് പറയുന്നത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബോണിൽ കോമ്പൗണ്ടിലെ പ്രിഫേർഡ് അഡീഷൻ ഹാർഡ് ബേസസ് ആണെങ്കിൽ 1,2 അഡീഷൻ ആയിരിക്കും, സോഫ്റ്റ് ബേസസ് ആണെങ്കിൽ 1,4 മൈക്കിൾ അഡീഷൻ ആയിരിക്കും. സോ ഇവിടെ CN- OH- പ്രിഫർ ചെയ്യുന്നുണ്ടാവുക 1,2 അഡീഷനും, MES- പ്രിഫർ ചെയ്യുന്നുണ്ടാവുക 1,4 അഡീഷൻ ആണ്. ഓക്കെ, next question. Describe the generation structure and relative stability of carbanion formed from ethyl acetoacetate under basic condition. Explain how resonance and inductive effect contribute to its stabilization. First generation describe ചെയ്യണം. അതായത് ethyl acetoacetate ആക്റ്റീവ് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, CH2 ഗ്രൂപ്പ് ഉണ്ട്. സോ 2 കാർബോണിൽ ഗ്രൂപ്പിന്റെ ഇടയിൽ വരും. സോ ബേസിക് കണ്ടീഷനിൽ NaOETയും അല്ലെങ്കിൽ NaOH ആയിരിക്കും. ഒരു ആൽഫ ഹൈഡ്രജൻ റിമൂവ് ചെയ്യും. സോ ഓവറോൾ റിയാക്ഷൻ എങ്ങനെ വരും, CH3CO CH2 COO C2H5 പ്ലസ് ബേസ് ഏതെങ്കിലും ഒരു ബേസ് ഗിവ്സ് CH3CO CH- COO C2H5 എന്ന് വരും. ഇതിന്റെ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് എന്ന് പറയുന്നത് ഈനോലേറ്റ് കാർബാനയോൺ ആണ്. ഈ ഫോം ആയിരിക്കും റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ഈനോലേറ്റ് കാർബാനയോൺ. പിന്നെ സ്ട്രക്ചറും റെസൊണൻസ് സ്റ്റെബിലൈസേഷനും കൂടെ, അതായത് നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും, ഡീലോക്കലൈസ് ചെയ്യും 2 ഓക്സിജൻ ആറ്റത്തിന്റെ ഇടയിലായിട്ട്. അത് കാണിക്കുക, കാരണം ചാർജ് ഡീലോക്കലൈസേഷൻ ആണ് കാർബാനയോൺസിന്റെ സ്റ്റെബിലിറ്റിയെ വളരെയധികം എഫക്ട് ചെയ്യുന്നത്. പിന്നെ ഇൻഡക്റ്റീവ് എഫക്ട് വെച്ചിട്ടുള്ളത്, അതായത് ഇവിടെ CO ഗ്രൂപ്പും CORും എന്താണ്, ഇലക്ട്രോൺ വിത്ഡ്രോയിങ് -I എഫക്റ്റ് ആണ്. സോ അവരെന്ത് ചെയ്യും, ഇലക്ട്രോൺ ഡെൻസിറ്റിയെ പുൾ ഇലക്ട്രോൺ ഡെൻസിറ്റി എവേ ഫ്രം കാർബാനയോൺ, അതെന്ത് ചെയ്യും, നെഗറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യും. സോ റിലേറ്റീവ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഈഥൈൽ അസറ്റോഅസറ്റേറ്റ് കാർബാനയോൺ വെരി മച്ച് ഗ്രേറ്റർ ദാൻ സ്റ്റേബിൾ ദാൻ സിമ്പിൾ ആൽക്കൈൽ കാർബാനയോൺസ് ബിക്കോസ് ബോത്ത് റെസൊണൻസ് എഫക്ട് ആൻഡ് ഇൻഡക്റ്റീവ് എഫക്ട് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്.
Then, using a suitable vicinal diol of your choice, outline the mechanism of pinnacle type rearrangement. Indicate the migrating group, formation of cationic intermediate, and the final carbonyl product. Comment briefly on the migratory aptitude. അതായത് പിനക്കോൾ rearrangement ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ഏതെങ്കിലും ഒരു വിസിനൽ ഡയോൾ എടുക്കുക, മെക്കാനിസം കാണിക്കണം, പിനക്കോൾ ടൈപ്പിന്റെ മെക്കാനിസം കാണിക്കണം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മൈഗ്രേറ്റിംഗ് ഗ്രൂപ്പ് ഏതാണ്, കാറ്റിയോണിക് ഇന്റർമീഡിയറ്റിന്റെ ഫോർമേഷൻ, ഫൈനൽ കാർബോണിക് പ്രോഡക്റ്റ്, ഇത്രയും സ്റ്റെപ്സ് ആ കംപ്ലീറ്റ് മെക്കാനിസത്തിനകത്ത് കവർ ചെയ്തിട്ടുണ്ടാവണം. സോ പിനക്കോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോട്ടോണേഷൻ ആയിരിക്കും. ഇപ്പോൾ CH3 ട്വൈസ് COH CH3 ട്വൈസ് അങ്ങനെ ഒരു വിസിനൽ ഡയോൾ എടുത്താൽ ഫസ്റ്റ് H+ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ ഫോം ചെയ്യും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ലോസ് ഓഫ് വാട്ടർ ആണ്. വാട്ടർ പോയി കഴിയുമ്പോൾ കാർബോകാറ്റിയോൺ ഫോർമേഷൻ നടക്കും. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് മൈഗ്രേഷൻ ആണ്. CH4 എന്ത് ചെയ്യും, മൈഗ്രേറ്റ് ചെയ്യും, ഇലക്ട്രോൺ പെയറുമായിട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ കാർബോകാറ്റിയോൺ ഫോം ചെയ്യും. സ്റ്റെപ്പ് 4 ഡീപ്രോട്ടോണേഷൻ ആണ്. ആ 4 സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് മെക്കാനിസം നമ്മൾ കാണിക്കണം. ഡീപ്രോട്ടോണേഷൻ കൂടെ നടന്നു കഴിയുമ്പോൾ പിനക്കളോൺ ഒരു കീറ്റോൺ എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഇവിടുത്തെ മൈഗ്രേറ്ററി ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്രേറ്റർ ദാൻ, ഫിനൈൽ ഗ്രേറ്റർ ദാൻ, ടെറിഷറി ആൽക്കൈൽ ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി ഗ്രേറ്റർ ദാൻ CH3. ഓക്കെ. Sixth question, compare the free radical halogenation of propane with chlorine and bromine. In your answer, discuss the relative rates of abstraction of primary and secondary hydrogens, the effect of bond dissociation energies, and the major product expected in each case. അതായത് ക്ലോറിനേഷൻ ബ്രോമിനേഷൻ കമ്പയർ ചെയ്യാനുണ്ട്. അവിടുത്തെ പ്രൈമറി സെക്കൻഡറി ഹൈഡ്രജൻസിന്റെ റേറ്റ് ഓഫ് അബ്സ്ട്രാക്ഷൻ, ബോണ്ട് ഡിസോസിയേഷൻ എനർജീസിന്റെ എഫക്ട്, മേജർ പ്രൊഡക്റ്റ്. സോ ഇവിടെ എന്ത് ചെയ്യാം, 3 കോളാക്കാം വേണമെങ്കിൽ, ഫീച്ചർ, ക്ലോറിനേഷൻ, ബ്രോമിനേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നേച്ചർ എന്നൊരു ഫീച്ചർ എടുക്കുകയാണെങ്കിൽ ക്ലോറിനേഷൻ ഫാസ്റ്റ് ആണ്, ലെസ് സെലക്റ്റീവ് ആണ്, ബ്രോമിനേഷൻ സ്ലോ ആണ്, ഹൈലി സെലക്റ്റീവ് ആണ്. ഹൈഡ്രജൻ അബ്സ്ട്രാക്ഷൻ ക്ലോറിനേഷനിലാണെങ്കിൽ സെക്കൻഡറി പ്രൈമറിയും റിയാക്ട് ചെയ്യും, ബ്രോമിനേഷനിൽ മെയിൻലി സെക്കൻഡറി റിയാക്ട് ചെയ്യുള്ളൂ. പിന്നെ മേജർ പ്രോഡക്റ്റ് ക്ലോറിനേഷനിൽ 1 ക്ലോറോ പ്ലസ് 2 ക്ലോറോ പ്രൊപ്പൈൻ മിക്സ്ചർ ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. ബ്രോമിനേഷനിലാണെങ്കിൽ 2 ബ്രോമോ പ്രൊപ്പൈൻ ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. ക്ലോറിനേഷനിൽ ലോ ആക്ടിവേഷൻ എനർജി ആണ്, ബ്രോമിനേഷനിൽ ഹയർ ആക്ടിവേഷൻ എനർജി ആയിരിക്കും. ബ്രോമിനേഷൻ ആണ് മോർ സെലക്റ്റീവ്, കാരണം ഹൈലി BDE ഡിഫറൻസ് ഉണ്ട്. 6th B, describe 2 methods for generation of singlet carbenes using an alkene of your choice. Show the addition of a carbene to give a cyclopropane derivative and discuss stereochemical outcome. അതായത് സിംഗ്ലറ്റ് കാർബീൻസിന്റെ ജനറേഷൻ ഡിസ്ക്രൈബ് ചെയ്യണം. 2 മെത്തേഡ്സ് ഡിസ്ക്രൈബ് ചെയ്യാനുണ്ട്. ഏതെങ്കിലും ഒരു ആൽക്കീനി ചൂസ് ചെയ്യുക. പിന്നെ അഡീഷൻ, കാർബീനിലോട്ടുള്ള അഡീഷൻ, സൈക്ലോപ്രോപ്പൈന് ഫോം ചെയ്യുന്ന ആ മെക്കാനിസം കാണിക്കണം. സോ സിംഗ്ലറ്റ് കാർബീന്റെ 2 മെത്തേഡ് എന്ന് പറയുന്നത് ഒന്ന് ക്ലോറോഫോം പ്ലസ് ബേസും പിന്നെ ഡയാസോ മീഥേൻ എന്നാണ്. ക്ലോറോഫോം പ്ലസ് ബേസ് ആണെങ്കിൽ CHCl3 പ്ലസ് OH മൈനസ് ഗിവ്സ് CCl2 പ്ലസ് Cl മൈനസ്. ഡയാസോ മീഥേൻ ആണെങ്കിൽ CH2N2 ഇൻ പ്രസൻസ് ഓഫ് HNO ഗിവ്സ് CH2 പ്ലസ് N2. ഇനി അഡീഷൻ ഓഫ് ആൽക്കീൻ അത് കാണിക്കുമ്പം, അതായത് CH2 പ്ലസ് CH2 കാണിച്ച് CH2 പ്ലസ് CH2 ഡബിൾ ബോണ്ട് CH2 സൈക്ലോപ്രോപ്പൈന് ഫോം ചെയ്യും. സിംഗ്ലറ്റ് കാർബീൻസ് സിൻ അഡീഷൻ ആണ്, സ്റ്റീരിയോ സ്പെസിഫിക് സൈക്ലോപ്രോപ്പൈൻ ആയിരിക്കും. Okay. Second question, describe 2 method of the generation of singlet carbene using. Okay, discuss it. Then 7th question, outline 2 different methods of the generation of nitrines from suitable precursors. Describe the structure and the spin states of nitrines and indicate 1 example each of an insertion reaction and an rearrangement involving nitrine intermediate. അതായത് നൈട്രീൻസിന്റെ 2 ഡിഫറെന്റ് ജനറേഷൻ മെത്തേഡ്സ് സൂട്ടബിൾ പ്രിക്കഴ്സർ വെച്ചിട്ടുള്ളത്, പിന്നെ സ്ട്രക്ചറും സ്പിൻ സ്റ്റേറ്റ്സും ഡിസ്ക്രൈബ് ചെയ്യാനുണ്ട്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇൻസർഷൻ റിയാക്ഷനും റീഅറേഞ്ച്മെന്റ് റിയാക്ഷനും കാണിക്കാനുണ്ട്, നൈട്രീൻ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്നത്. ജനറേഷന് നമുക്ക് ഏത് പറയാം, ഫ്രം അസൈഡ്സ് എന്നും ഫ്രം N ഹാലമീൻസും കൊടുക്കാം. അസൈഡ്സ് ആവുമ്പോൾ RN3 ഇൻ പ്രസൻസ് ഓഫ് HNO gives RN ഫ്രീ റാഡിക്കൽ പ്ലസ് N2. N ഹാലമീൻസ് എന്നാണെങ്കിൽ RNHCl gives RN. ഇനി സ്പിൻ സ്റ്റേറ്റ് സിംഗ്ലറ്റ് നൈട്രീൻ ആണെങ്കിൽ പെയർഡ് ഇലക്ട്രോൺ ആയിരിക്കും, ട്രിപ്ലറ്റ് നൈട്രീൻ ആണെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺ ആയിരിക്കും. റിയാക്ഷൻസ് ഇൻസർഷൻ ആണെങ്കിൽ RN എന്ത് ചെയ്യും, CH ബോണ്ടിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് അമീൻസ് ഫോം ചെയ്യും. റീഅറേഞ്ച്മെന്റ് ആണെങ്കിൽ കർട്ടീസ് റീഅറേഞ്ച്മെന്റ്.
Seventh B question, explain the elimination addition mechanism of a nucleophilic aromatic substitution via a benzene intermediate using a substituted aryl halide of your choice. Show the formation of benzene and discuss orientation of nucleophilic attack leading to isomeric product. Benzene mechanism ആണ് ക്ലോറോബെൻസീൻ പ്ലസ് NaNH2 എന്ത് ചെയ്യാം, വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എലിമിനേഷൻ ആയിരിക്കും. ബേസ് എന്ത് ചെയ്യും, ഹൈഡ്രജനെയും Cl-നെയും റിമൂവ് ചെയ്തിട്ട് ബെൻസൈന് ഫോം ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പിൽ അഡീഷൻ നടക്കും. NH2 മൈനസ് ബെൻസൈനിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ കാർബാനയോൺ ഫോം ചെയ്യും. സ്റ്റെപ്പ് 3 പ്രോട്ടോണേഷൻ നടക്കും. അപ്പൊ അനിലിന് ഫോം ചെയ്യും. ഓക്കെ, ഇവിടുത്തെ എന്താണ് ബെൻസൈൻ എന്താണ് സിമെട്രിക്കൽ ആണ്. സോ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക്, കാർബണിലെ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടക്കുമ്പോൾ ഐസോമറിക് പ്രൊഡക്റ്റ് ആയിരിക്കും പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് ഓവറോൾ 7 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതം. ഇങ്ങനത്തെ ഒരു പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഓവറോൾ ഇത്രയാണ്. ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ഏതൊക്കെ ടോപ്പിക്സിന് ഹയർ പ്രയോറിറ്റി, കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു കാര്യം ഓർക്കുക, ലോ പ്രയോറിറ്റി ടോപ്പിക് അല്ലെങ്കിൽ ലോ പ്രൊബബിൾ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്കത് സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസ് അല്ല. 5 അതായത് 4 കൂടുതൽ തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അത് എന്ത് ചെയ്യാം, ആ ഒരു രീതിയിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എപ്പോഴും ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ആദ്യം കവർ ചെയ്യുക, ദെൻ മീഡിയം, ദെൻ ലോ പ്രയോറിറ്റി. അങ്ങനെ ഓരോ ടോപ്പിക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ എക്സാംസിന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഒട്ടും ടെൻസ്ഡ് ആവണ്ട. സ്ട്രെസ്ഡ് ആയാലും നമ്മൾ പഠിച്ച കാര്യങ്ങളും കൂടെ മറന്നു പോകും. പ്രത്യേകിച്ച് ഓർഗാനിക് ഒക്കെ മറന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഒട്ടും സ്ട്രെസ്ഡ് ആവാതെ നല്ല നീറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും പഠിക്കുക. മെക്കാനിസംസ് ഒക്കെ നീറ്റ് ആയിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. എന്താണെങ്കിലും വിഷ് യു ഓൾ ദ ബെസ്റ്റ്, വെരി ബെസ്റ്റ് ഫ്രം ദി ഹോൾ ലേൺ വൈസ് ടീം. എല്ലാവർക്കും ഈ എക്സാം എഴുതുന്ന എന്റെ എല്ലാ ലേണേഴ്സിനും ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.